ഏറ്റവും വലിയ ഭക്ഷ്യ ശൃംഖല, ഫാസ്റ്റ് ഫുഡിന്റെ ഭക്ഷ്യ ശൃംഖല മക്ഡൊണാൾഡ് എല്ലാ ലോകരാജ്യങ്ങളും തന്നെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷ്യ ഭീമൻ തന്നെയാണ്. അമേരിക്കയുടെ പ്രോഡക്റ്റ് ആണ് ഇത്, എങ്കിൽ പോലും അത് ലോകത്ത് എല്ലായിടത്തുമുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാണ് മക്ഡൊണാൾഡ്സ് പോവാൻ. അതെ, നല്ല പൈസ ആവുമെങ്കിലും മാതാപിതാക്കൾക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ കൂടുതലും എന്താ പറയാ, വരേണ്യ വിഭാഗം തന്നെയാണ് അതിലേക്ക് കൂടുതൽ പോകുന്നത് എന്നുള്ളതാണ്. കാശ് കുറച്ച് കൂടുതൽ തന്നെയാണ്. എന്തായാലും ഈ ഒരു ശൃംഖല അവർക്ക് അമേരിക്കയുടെ ഒരു പൊൻതൂവൽ കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ, കാരണം ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു അവരുടെ തന്നെ ഒരു ഭീമൻ. പക്ഷേ മക്ഡൊണാൾഡിനും കാലിടറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. അതായത് അമേരിക്കയിൽ എല്ലാ കാര്യങ്ങൾക്കും വിലക്കയറ്റം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു, ഭക്ഷ്യമേഖലയിലും അത് രൂക്ഷമായിരിക്കുന്നു. അപ്പോ ഓഹരി മൂല്യത്തിൽ ഉൾപ്പെടെ മക്ഡൊണാൾഡിന്റെ വിപണി മൂല്യമൊക്കെ ഇടിയുന്നു എന്നുള്ള വാർത്തയാണ്. സത്യമാണത്? അത് തീർച്ചയായും സത്യമാണത്. അത് വളരെ സംഭവിക്കേണ്ട ഒന്നാണെന്ന് തോന്നിപ്പോകും. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മണ്ണിനോട് ചേർന്ന് നിൽക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത, നമ്മുടെ ഭക്ഷ്യവിഭവങ്ങളോട് ചേർന്ന് നിൽക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. അതിന് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോട്ടെ, അത് നമുക്ക് വേണ്ട. ഇന്ത്യയിൽ, കേരളത്തിൽ, കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് മാക്ഡൊണാൾഡ് ഉള്ളത്. മാക്ഡൊണാൾഡ് അത്ര സാർവത്രികമായിട്ട് ആളുകൾക്ക് KFC പോലെ അത്ര പരിചിതമല്ല. അപ്പം അത് എന്താണ് ഈ മാക്ഡൊണാൾഡ് എന്ന് മനസ്സിലാക്കിയാലാണ് അത് എത്രത്തോളം വലിയ കമ്പനിയാണ്, എത്രത്തോളം വലിയ ഭീമനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. 1940 2 സഹോദരന്മാർ കാലിഫോർണിയയിൽ തുടങ്ങി വെച്ച സംരംഭമാണ്. ചെറിയൊരു റെസ്റ്റോറൻ്റ് മക്ഡൊണാൾഡ് എന്ന് പറയുന്നത്. അത് റിച്ചാർഡ് എന്ന് പറഞ്ഞൊരു ഡിക്ക് എന്ന് അയാളെ വിളിക്കുന്നുണ്ട്. മറ്റേ ആളുടെ പേര് മോറിസ് ആണ്. അയാളാണ് മാക് എന്ന് വിളിക്കുന്നത്, ഈ മോറിസിനെയാണ്. ആ മാക് ഡൊണാൾഡ് സഹോദരന്മാരാണ്. അങ്ങനെയാണ് മാക്ഡൊണാൾഡ് എന്ന ഈ റെസ്റ്റോറൻറ്റ് വന്നത്. പിന്നീട് 1955 ഈ റേ ക്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിദ്വാൻ, റേ ക്രോക്ക്, അയാളാണ് ഇതിനെ വിപുലീകരിച്ചത്. പുള്ളിയാണ് ഈ കമ്പനിയിൽ വന്ന ശേഷം ഇന്ന് കാണുന്ന വലിയൊരു കോർപ്പറേറ്റ് ആയിട്ട് ഇതിനെ മാറ്റി തീർത്തത്. അപ്പോൾ അദ്ദേഹം സ്പീഡ് സർവീസ് സിസ്റ്റം കൊണ്ടുവന്നു. അത് ലോകത്തിൽ ആദ്യമായിട്ട് ഈ സ്പീഡ് സർവീസ് സിസ്റ്റം കൊണ്ടുവന്നത് ഇവരാണ്. അവരാണ് ഈ ഫാസ്റ്റ് ഫുഡ് എന്ന സങ്കല്പം വന്നത്. നമ്മളിപ്പോ ഇവിടെ ഈ നാട്ടുപുറത്തൊക്കെ കാണുന്ന ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ഓടിപ്പോയിട്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന എന്നുള്ളതാണ്. ഓടിപ്പോയിട്ട് കഴിക്കാൻ പറ്റുന്ന തന്നെയാണ്, ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. ഫാസ്റ്റ് ഡെലിവറി എന്ന നിലക്കാണ് ഫാസ്റ്റ് ഫുഡ് പേരുണ്ടായത്. ഇതിന്റെ ആഗോള സാന്നിധ്യം ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ 40,000-ലധികം ഔട്ട്ലെറ്റുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് മാക്ഡൊണാൾഡിന്. അതോടൊപ്പം തന്നെ ഇവര് ദിവസേന 6 കോടി കസ്റ്റമേഴ്സാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. ഏതാണ്ട് 60 മില്യൺ ആൾക്കാർ കഴിക്കുന്നുണ്ട് മാക്ഡൊണാൾഡിന്റെ ഭക്ഷണം എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഏത് രാജ്യത്താണോ മാക്ഡൊണാൾഡ് പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തെ രുചിഭേദങ്ങളെ അനുകരിച്ചുകൊണ്ട്, അതിനെ സ്വാംശീകരിച്ചുകൊണ്ട്, എടുത്തുകൊണ്ട് ആ ഫ്ലേവർ ഉപയോഗിച്ചിട്ട് അവരുടെ ഫ്ലേവർ മിക്സ് ചെയ്തിട്ട് നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഒരു രീതിയാണ്. അപ്പൊ വൈവിധ്യം വന്നു അവിടെ. ഇങ്ങനെയാണ് മാക്ഡൊണാൾഡിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായിട്ട് പോകുമ്പോൾ അമേരിക്കയുടെ സാംസ്കാരിക പ്രതീകമായിട്ടാണ് മാക്ഡൊണാൾഡ് നിൽക്കുന്നത്. മാക്ഡൊണാൾഡിന്റെ ആ ട്രേഡ് മാർക്ക്, എംബ്ലം, ഒരു ഫ്രഞ്ച് ഫ്രൈസിന്റെ മടക്കി വെച്ച പോലെ ഒരു ബർഗർ ഇങ്ങനെ നിൽക്കുന്ന, അത് ഓർമ്മയുണ്ടാവും, അത് കണ്ടിട്ടില്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇന്ന് ഇത് വലിയൊരു ഫുഡ് സാമ്രാജ്യമായി വളരുമ്പോൾ ഇതിന്റെ ഈ ഒരു നീക്കത്തില് ഇന്ത്യയും ചൈനയും 300%, ആ ചങ്ങാതി ട്രംപ് ചങ്ങാതി നമുക്ക് അടിച്ചു തരുന്ന താരിഫിന് ബദലായിട്ട് അമേരിക്കയുടെ വയറ്റത്തൊരു അടി കൊടുക്കുകയാണ്. 300% താരിഫ് ഏർപ്പെടുത്താനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ, ചൈനയിൽ. അപ്പോൾ ഇന്ത്യയിലും ചൈനയിലും അങ്ങനെ തീരുമാനിക്കുമ്പോൾ അവരുടെ വീടുകളിൽ ഭക്ഷണങ്ങൾ കഴിക്കുന്ന, ബർഗർ കഴിക്കുന്ന അമേരിക്കക്കാരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല അമേരിക്കക്കാരന്. അപ്പോൾ അവന്റെ വീടുകളിൽ മുൻഗണന നൽകുന്ന ഈ ഐറ്റത്തിന് തിരിച്ചടിയായിട്ട് അത് വരുമ്പോൾ, ഒരു ടാരിഫ് യുദ്ധം 300% നികുതിയിലേക്ക് മാറുമ്പോൾ, ഇത്തരത്തിലുള്ള അമേരിക്കക്കാരുടെ ഒരു കാലത്തെ ജീവിത രീതിയെയും മുതലാളിത്തത്തെയും അതിൻ്റെ ആഗോള പ്രതീകമായിരുന്ന ഇതിൻ്റെ നേരെ വ്യാപാര യുദ്ധത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാക്കി അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യയും ചൈനയും മാറി. ഒരു പണി ഇങ്ങോട്ട് വരുമ്പോ ഒരു പണി തിരിച്ചങ്ങോട്ട് പണി. എത്ര മനോഹരമായിട്ടാണ് ഇന്ത്യ അത് ചെയ്യുന്നതെന്ന് നമ്മള് ഇങ്ങനെ ട്രംപിനെ പോലെ വാവിട്ട ഓടാലി പോലെ ഇങ്ങനെ പറയാറൊന്നുമില്ല, നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുള്ളൂ. ഒന്നും അറിയില്ല. പണി വന്നു കഴിയുമ്പോഴേ അയ്യോ പണി വന്നു. അത് നമ്മുടെ നെടുമുടി വേണിച്ചോട്ടിന്റെ ഡയലോഗ് പോലെ, ആരും പറഞ്ഞുമില്ല ഒട്ടും അറിഞ്ഞുമില്ല എന്ന് പറയുന്ന പോലെയാണ്.
ഒന്നും പറഞ്ഞുമില്ല, ആരും പറഞ്ഞുമില്ല. അപ്പൊ ആ അടി കൊള്ളുമ്പോഴാണ് അറിയുന്നത് ഈ ഇവരുടെ സാന്നിധ്യത്തെക്കുറിച്ച്. ചൈനയിലും ഇന്ത്യയിലും എങ്ങനെയാണ് അവർക്ക് അടി കിട്ടുന്നതെന്നുള്ളത് നോക്കിയാൽ അവരുടെ ചൈനയിൽ എന്താണ്, അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. അവരാദ്യമായിട്ട് ചൈനയിൽ വരുന്ന 1990-ലാണ്. ഈ 90-ൽ വന്നിട്ട് ഇപ്പൊ വിപുലീകരിച്ച് 3 ദശാബ്ദങ്ങളായിട്ട് അവരുടെ 5000-ത്തിലധികം സ്റ്റോറുകളാണ് ഇപ്പൊ ചൈനയിൽ മാത്രമുള്ളത്. അപ്പൊ ചൈനയിൽ ഈ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ, അവിടുത്തെ രുചി വൈവിധ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്, ഫ്ലേവേഴ്സ് കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ പോകുന്നത്. ഇന്ത്യയിൽ അവർ ആദ്യം വന്നത് വീണ്ടും ഒരു 6 വർഷം കഴിഞ്ഞ് 96-ലാണ് വരുന്നത്. ഇന്ന് ഇന്ത്യയിൽ അവർക്ക് ഏതാണ്ട് 500-ലധികം ശാഖകളുണ്ട് ഇവിടെ. പക്ഷേ ചൈനയിലെ പോലെ നേരിട്ടല്ല നടത്തുന്നത്, ഫ്രാഞ്ചൈസികൾ മുഖേന. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് പറയുന്നത്, ഇവരുടെ ശരിക്കുള്ള ബിസിനസ് ഇത് മാത്രമല്ല കേട്ടോ. ഇവര് വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്ന കമ്പനി മാക്ഡൊണാൾഡ് ആണെന്നാണ് പറയുന്നത്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, മറ്റെല്ലാ രാജ്യങ്ങളിലും, ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലും അവർക്ക് സ്വന്തമായി ഭൂമിയുണ്ട്. അവിടെയാണ് അവരുടെ ഈ സ്ഥാപനങ്ങൾ നിൽക്കുന്നത്. നമ്മൾ കൊച്ചിയിലെ സ്ഥിതിയും തിരുവനന്തപുരത്തെ സ്ഥിതിയും എനിക്ക് അറിഞ്ഞുകൂടാ, ഒരുപക്ഷെ അങ്ങനെ ആവാം, അല്ലായിരിക്കാം. പക്ഷെ പൊതുവായി അങ്ങനെയാണ്. ഇപ്പൊ ലോകത്തിപ്പം ഏറ്റവും കൂടുതൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പ്രവർത്തിക്കുന്ന, ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിട്ടുള്ളത് കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയ്ക്ക് ഒരുപാട് ഭൂമിയുണ്ട് ലോകത്തെമ്പാടുമായിട്ട്. അവരുടെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് ആവശ്യമുണ്ട്. ഒരു സ്വകാര്യ സ്ഥാപനം ഇത്രയും ഭൂമി കൈയാളുന്ന ഒരു കമ്പനി ഇവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ യഥാർത്ഥത്തിലുള്ള കച്ചവടം അതാണെന്ന് പറയപ്പെടുന്നത്. എന്തായാലും അവർ വളർന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവര് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ 300% താരിഫ് അടിച്ചു കൊടുത്ത് പോകുമ്പോൾ 1% കച്ചവടം ലോകവ്യാപകമായാണ് കുറഞ്ഞത്. എത്ര 60 മില്യൺ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം. അപ്പൊ അത് വലിയൊരു അടി തന്നെയാണ്. ഒപ്പം അവരുടെ ശതമാനം, അവരുടെ ഓഹരി വിപണിയിൽ വിലയിടിവ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ട്രംപച്ചായൻ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. എന്താണ് പ്രതികരണം എന്നറിയോ? ഇത് ബർഗറുകളുടെ മാത്രം കാര്യമല്ല, ബർഗറിന്റെ കാര്യമല്ല, അമേരിക്കൻ ജീവിത രീതിയിലേക്കുള്ള ആക്രമണമാണ്. ഗർജിക്കുകയാണ് ട്രംപ്. അപ്പം ബർഗറിൽ തൊട്ടപ്പോൾ അവരുടെ വയറ്റത്തടിച്ചു പൊള്ളി എന്നാണ്. അപ്പം അതിന് മറുപടിയായിട്ട് ചൈനീസ് സ്റ്റീൽ, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഉപഭോക്തൃ വസ്തുക്കളൊക്കെ 200% ഇന്നാ പിടിച്ചോ അടിച്ചു കൊടുക്കുകയാണ്. നല്ല സ്ഥിരം പരിപാടി പുള്ളിക്ക്. അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ടടിക്കുന്നു, നോട്ടടിക്കുന്നല്ല. അവൻ ഡോളർ അടിച്ചിട്ട് ലോകത്ത് വിതരണം ചെയ്യുന്ന ലാഘവത്വത്തോടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പണി 300% കിട്ടുമെന്നും അമേരിക്കക്കാരൻ്റെ വയറ്റത്തടിക്കുന്നു അവർ വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. ഇത് ഒരു കുലുക്കം ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷെ ഇന്ത്യ ഇതിനകത്ത് വളരെ തന്ത്രപരമായിട്ടാണ് നീങ്ങുന്നത്. അതെന്താണ്? ഈ മുംബൈയിൽ 80-ലധികം റെസ്റ്റോറൻറ്റുകളുണ്ട്, മുംബൈ നഗരത്തിൽ മാത്രം. അപ്പൊ ഇന്ത്യ പ്രാദേശികമായിട്ടുള്ള സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് ഹർദിറാംസ് പോലെയുള്ള, ബർഗർ സിംഗ് പോലെയുള്ള, ബർഗർ കിങ്ങിന് ബദൽ നോക്കിയാട്ടെ എന്താ രസമുള്ള പേരാണ്, ബർഗർ സിംഗ്, തൊപ്പിയൊക്കെ വെച്ചിട്ടില്ല. അപ്പൊ ബർഗർ സിംഗ് ഒക്കെ പോലുള്ള തദ്ദേശീയ ബ്രാൻഡുകളെ സപ്പോർട്ട് ചെയ്യാനുള്ള വേദികൾ ഒരുക്കാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങുകയാണ്. നമുക്കിവിടെ ഒരു ആഗോള ബ്രാൻഡുണ്ട്, ചിക്കിങ്. ഗുരുവായൂരുകാരനായിട്ടുള്ള മൻസൂർ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. അപ്പൊ അത് വലിയ ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്, നമ്മുടെ തദ്ദേശീയ ബ്രാൻഡാണ്. അപ്പൊ ഇത്തരത്തിലുള്ള തദ്ദേശീയ ബ്രാൻഡുകൾ ഇന്ത്യ ഫുഡിലൂടെ വളരെ നിശബ്ദമായിട്ട്, പ്രജിത നേരത്തെ പറഞ്ഞതുപോലെ ആരും അറിയാതെ നിശബ്ദമായി മറ്റുള്ള ലോകത്തിന്റെ വയറിലേക്ക്, നാവിലേക്ക് രുചി വൈവിധ്യങ്ങളിലൂടെ ഇന്ത്യ കയറി കൂടുന്നുണ്ട്, റെസ്റ്റോറൻറ്റുകളോട് കയറി കൂടുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ തുടക്കമായിട്ട് ഇത്തരത്തിലുള്ള ഒരു തകർച്ചയിൽ നിന്നും ഒരു പുതിയ ഒരു കടന്നുകയറ്റം ഇന്ത്യയും ചൈനയും ഇങ്ങനെ ഒരുമിച്ച് നീങ്ങുമ്പോൾ അത് അമേരിക്കൻ സാംസ്കാരിക ആധിപത്യത്തിനെതിരായിട്ടുള്ള തന്ത്രപരമായ ഒരു പരീക്ഷണമായിട്ടാണ് ആഗോളതലത്തിൽ ഇതിനെ വിശകലനം ചെയ്യപ്പെടുന്നത്. ഇത് ബ്രിക്സിന് വലിയ പിന്തുണയുണ്ട് കേട്ടോ ഈ സാധനത്തിന്. ബ്രസീലും റഷ്യയും ദക്ഷിണാഫ്രിക്കയും പോലുള്ള ബ്രിക്സ് രാജ്യങ്ങൾ ഇതിനെ കാര്യമായ പിന്തുണ നൽകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരായിട്ട് ഈ ഒരു നീക്കത്തിനെതിരായിട്ട് വലിയ പ്രചരണങ്ങൾ നടക്കുമ്പോൾ മാക്ഡൊണാൾഡ് പാശ്ചാത്യ സാംസ്കാരിക അധിനിവേശം എന്ന് വിളിച്ച് ബഹിഷ്കരണങ്ങളും ഹാഷ്ടാഗുകളും കോടിക്കണക്കിന് വ്യൂസാണ് നേടുന്നത്. മാക്ഡൊണാൾഡിനെതിരായിട്ടുള്ള ആ ഒരു എംബ്ലത്തിനെതിരായിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ സ്വദേശീയ ഭക്ഷണം കഴിക്കൂ എന്നാണ് നമ്മുടെ ആഹ്വാനം. വിദേശ ബ്രാൻഡ് തള്ളിക്കളയൂ എന്ന സന്ദേശത്തോടെയാണ് നമ്മൾ ഇത്തരം ആഹ്വാനങ്ങൾ നടത്തുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോഴും അന്തിമമായ ഒരു ചോദ്യം മുന്നോട്ട് വരുന്നു. ഈ ചിഹ്നങ്ങളിലെ, ഈ ട്രേഡ് മാർക്ക് ചിഹ്നങ്ങളുടെ, അമേരിക്കയുടെ വിശിഷ്ടമായ ലോകോത്തരമായ ട്രേഡ് മാർക്ക് ചിഹ്നങ്ങളുടെ യുദ്ധത്തിലെ ആദ്യത്തെ ഇരയായിട്ട് ഇവർ മാറുമോ എന്നാണ്, മാക്ഡൊണാൾഡ് മാറുമോ എന്നാണ്. അപ്പൊ മാക്ഡൊണാൾഡ് ഇതുകൊണ്ട് തന്നെ വെറും ഒരു ഫാസ്റ്റ് ഫുഡ് ബ്രാൻഡ് മാത്രമാകുന്നില്ല, ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിലെ പ്രതീകാത്മകമായ ഒരു യുദ്ധത്തിലെ മുന്നണി പോരാളിയായിട്ട് അമേരിക്ക എടുത്തു കാട്ടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചോദ്യം ഇതാണ്: അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ ഈ ആഗോള
ഐക്കണിനെ സംരക്ഷിക്കാൻ കഴിയുമോ അമേരിക്കയ്ക്ക്? പറ്റുമോ എന്നുള്ള ചോദ്യം. അതോ മാക്ഡൊണാൾഡ്സ് ഈ പുതിയ ചിഹ്നങ്ങളുടെ യുദ്ധത്തിലെ ആദ്യത്തെ ഇരയായി മാറുമോ, തകരുമോ എന്നതാണ്. നമുക്ക് സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് ഇനിയിപ്പം പ്രജിത മാക്ഡൊണാൾഡ് കാണുമ്പോൾ അങ്ങോട്ട് നോക്കുമോ? സ്വാഭാവികമില്ലല്ലോ, ഒരിക്കലും ഇല്ല. നമ്മുടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ എന്തെല്ലാം കഴിക്കാം അല്ലേ? നമ്മുടെ കുട്ടികൾക്ക് എന്തെല്ലാം വാങ്ങിച്ചു കൊടുക്കാം, കിട്ടും അല്ലേ? നമ്മുടെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ ഓർമ്മപ്പെടുന്നത് അതാണ്. നമ്മുടെ വയറിനെ സംരക്ഷിക്കാൻ, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ എക്കണോമിയെ സംരക്ഷിക്കാനൊക്കെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ, എക്സാക്ട്ലി, അതൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിൽ നമ്മളും അണിചേരേണ്ടതുണ്ട് എന്ന് ഈ വാർത്ത നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.